ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ഓഫ് കിട്ടിയപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാൻ തീരുമാനിച്ചു. അച്ഛയും അമ്മയും ഞാനും സായിട്ടിനും കൂടെ അങ്ങനെ പുറത്ത് പോകാനായിട്ട് വണ്ടി കയറിയപ്പോഴാണ് അച്ഛൻ ചൈൽഡ് ലോക്ക് ഇട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത്. സായിട്ടിനപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുറകിലെ ഡോറ് തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഡോറ് രണ്ടും ലോക്കാണെന്ന് അച്ഛൻ ഉറപ്പ് വരുത്തി. പിന്നെ നിങ്ങളെ വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ വാങ്ങിച്ച ഒരു കുഞ്ഞു പില്ലോയാണ്. നടുവേദന പ്രശ്നമുള്ളതുകൊണ്ട് പുറകിൽ വെക്കാനായിട്ട് വാങ്ങിച്ച സായൂട്ടനും വാങ്ങി. ഒപ്പം തന്നെ അവന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം ആ സ്ഥലത്ത് എത്തിച്ചേർന്നതിന് ശേഷം മാത്രം നിങ്ങളോട് പറയാം. കാരണം അത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്താണെങ്കിലും പോകുന്ന വഴിയെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ വഴിയുടെ ഭംഗി മുഴുവൻ കാണിക്കാമെന്ന് വെച്ചാൽ ഈ വീഡിയോ തികയില്ല. അങ്ങനെ പതുക്കെ മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് മനോഹരമായൊരു പാർക്ക് നമ്മൾ സൈഡിൽ കണ്ടത്. അവിടെ ഒന്ന് കയറണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ സായിട്ടിനപ്പത്തേനും ചെറിയ മയക്കത്തിലായിരുന്നു. പിന്നെ സമയം നമുക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് എത്തിച്ചേരാൻ ഞങ്ങൾക്ക് ഇത് എടുക്കമായി. ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാം. ബെറി വില്ലേജ്. ഇവിടെയൊന്ന് വരണമെന്ന് ഞങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ആഗ്രഹിക്കുമായിരുന്നു. കാരണം മറ്റുള്ളവരുടെ ഫോട്ടോസിലും മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് ഒരുക്കിയിരിക്കുന്നതെന്ന് അറിയണമല്ലോ. അവിടെ എത്തിയപ്പോഴേക്കും സായിട്ടൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവൻ ഒറ്റയ്ക്ക് നടക്കണമെന്നുള്ള വാശിയായിരുന്നു. എന്നാൽ പിന്നെ അവൻ ഒറ്റയ്ക്ക് നടക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. തണുപ്പിച്ചിരി കൂടുതലായിരുന്നുകൊണ്ട് തന്നെ സായിട്ടിനെ സെറ്ററും തൊപ്പിയും എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ പോയത്. അകത്ത് കയറാറായപ്പോഴത്തേനും അവന് ചെറുതായിട്ടൊരു ഭയം ഉണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അകത്തോട്ട് കയറുമ്പോൾ ഇവിടെ ബെറി വില്ലേജ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ആദ്യം ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ വളരെ മനോഹരമായി പുള്ളിക്കാരെ നമ്മൾ വെൽക്കം ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. ഒരു മിനി വില്ലേജ് അവരതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വീടുകളും ഇതുമെല്ലാം ഒറിജിനലാണോ എന്നറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. എല്ലായിടത്തു നിന്ന് ഫോട്ടോ എടുക്കുന്നതും അതെല്ലാം പോയി തുറന്നു നോക്കാനും ഞാൻ ശ്രമിച്ചു. പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കിയത് എല്ലാം ജസ്റ്റ് തടി കൊണ്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും വളരെ മനോഹരമായിട്ടായിരുന്നു അവരത് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ മനോഹരമായൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു മീനുകളും ഉണ്ടായിരുന്നു. സായൂട്ടിനാണെങ്കിൽ ഫിഷിനെ കാണാൻ എന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്തുനിന്ന് മാറാതെ തന്നെ നിൽക്കുമായിരുന്നു. ഈ വെള്ളം വീഴുന്നത് നോക്കി ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാനും സായൂട്ടിനും അവിടെ തന്നെ നിന്നു. ഇതിനകത്തേക്കൂടെ ഓടുന്ന കളർ മീനുകളായിരുന്നു അവനെ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ കരയ്ക്കൊരു പുള്ളിക്കാരത്തി പുസ്തകവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത്. എന്തിനാണ് അവരവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളവിടെ നിന്നതോ ആ കാഴ്ച കണ്ടതോ ഒന്നും അവരറിഞ്ഞതായിട്ട് പോലും എനിക്ക് തോന്നിയില്ല. ഇതെന്ത് ജോലിയാണാവോ? ഇവിടെ ആളെ എടുക്കുന്നുണ്ടോ പോലും? എന്തൊക്കെയായാലും അവർ ആ ജോലി ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇത്രയും മനോഹരമായ സ്ഥലത്ത് മുന്നോട്ട് നീങ്ങുന്തോറും കണ്ണിന് കൗതുകരമായ കുറേയേറെ കാഴ്ചകൾ പിന്നെയും ഉണ്ടായിരുന്നു. ഇതെല്ലാം സായൂട്ടിന് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ വളരെ കൗതുകത്തോടെയാണ് അതെല്ലാം നോക്കിക്കണ്ടത്. ഇവിടെ ഒരു ആട്ടിൻകൂട്ടത്തെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമാണ് കറക്റ്റായിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ അങ്ങോട്ടുള്ള ഓരോ സാധനങ്ങളും എന്താണെന്ന് കാര്യമായിട്ട് മനസ്സിലായൊന്നുമില്ല. ഇത് പിന്നെ ഞാൻ വിവിധ ഇനം കോഴികളായിട്ടങ്ങ് മനസ്സിലാക്കി. ഇത് മാത്രമൊന്നും അല്ലാട്ടോ ഇവിടെ കാണാനുള്ളത്. ഒരു വില്ലേജ് എത്ര മനോഹരമായിട്ട് അവരതിനകത്ത് ക്രിയേറ്റ് ചെയ്തെടുത്തേക്കെന്നറിയാമോ? കുറേ കുഞ്ഞു കുഞ്ഞു വീടുകൾ, അതിന് നടുവിലൂടെ പോകുന്ന അരുവികൾ, അങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ അതിനകത്തുണ്ട്. അതിനകത്തോട്ട് കയറിയ സമയം പോകുന്നത് അറിയത്തേയില്ല. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം ഞങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സായൂട്ടിന് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഫോട്ടോസൊന്നും നമുക്കങ്ങനെ കൃത്യമായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. ഫോട്ടോ ഒന്നും എടുത്തില്ലെങ്കിലും വേണ്ടില്ല, വീഡിയോ കറക്റ്റായിട്ട് എടുക്കാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അച്ഛ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളങ്ങ് ദൂരെ സായൂട്ടിൻ്റെ ഒരു ഫേവറേറ്റ് സാധനം കണ്ടത്. എന്താണെന്നറിയാവോ? അവൻ്റെ വിൻമില്ല്. അത് ആ സൈഡിലോട്ടിരിക്കുന്നതുകൊണ്ട് അവൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. വീണ്ടും തേണ്ട വരുന്നു നമ്മുടെ കോഴിയുടെ സെക്ഷൻ. ഇവൻ ഇച്ചിരി ഡേഞ്ചറാട്ടോ. അവിടെ വാണിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചുമ്മാതല്ല, ഇവൻ്റെ വരവ് US നിന്നാണ് അവിടെ എഴുതി വെച്ചേക്കണേ. ദേണ്ട ഒരു പച്ചക്കറിക്കട, ദേ കുറച്ച് പൂക്കാരി പെണ്ണുങ്ങൾ. എന്നാൽ ഇവരൊന്ന് സായിട്ടിനെ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേനും അവനെങ്ങും ഇല്ലാത്ത ജാടയും കരച്ചിലുമായിരുന്നു. ഈ പൂക്കളിൽ കുറച്ചൊക്കെ ഒറിജിനലും കുറച്ചൊക്കെ ഡ്യൂപ്ലിക്കേറ്റും ആട്ടോ. ദേ കുറച്ച് മുന്നോട്ട് കടന്നപ്പോഴത്തേനും വീണ്ടും നമ്മുടെ ആട്ടുംകൂട്ടം.
അതും കുറച്ച് പുല്ല് കൊടുക്കാമെന്നോർത്ത് ഞാനും സായുട്ടനും അവിടെ നിന്നു. പിന്നെ സായുട്ടന് അവിടെ നിന്ന് പോരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും അവനെ കരയിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. വീണ്ടും കണ്ടു കുറച്ച് കോഴിക്കുട്ടന്മാരെ, പപ്പുള്ളതും പപ്പില്ലാത്തതും, അങ്ങനെ ഓരോന്നോരോന്ന്. ഇതൊക്കെ അവരുണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇതിനിടയിലൂടെ കുഞ്ഞു കുഞ്ഞു മുയലും കുട്ടന്മാർ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു തീറ്റകൾ നിന്നുകൊണ്ട് അതുങ്ങൾ നമ്മുടെ ഇടയിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. പിന്നെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴാണ് അതിൽ സുന്ദരമായ വേറെ 2 കാഴ്ചകൾ ഞങ്ങൾ കണ്ടത്. മനോഹരമായ വീടുകളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു ബേക്കറിയും ഒരു കുഞ്ഞു ടൈലറിങ് ഷോപ്പും. ബേക്കറിക്ക് അകത്ത് കയറണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കയറാൻ പറ്റിയില്ല. അത് അവരങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ടൈലർ ഷോപ്പാണെങ്കിൽ അതിലും ഭംഗിയായിരുന്നു. ദേ ഒരു ചേട്ടൻ അവിടെ ഗിത്താറും പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മ്യൂസിക് സെക്ഷനാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളടുത്ത് വന്നപ്പോൾ തന്നെ പുള്ളി ഗിത്താർ വായിക്കാനായിട്ട് തുടങ്ങി. പുള്ളി വളരെ ഹാപ്പി ആയിട്ടിരുന്നാണ് പുള്ളിയുടെ ആ ജോലി ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ കുറച്ച് നേരം നിന്ന് ഞങ്ങളും അത് ആസ്വദിച്ചു. അങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴാണ് അടുത്ത കൗതുകരമായ വേറൊരു കാഴ്ച. കുഞ്ഞ് 2 മാൻകുട്ടികൾ. പക്ഷേ ഈ മാൻകുട്ടികൾക്ക് കൊടുക്കാൻ അവിടെ ഒരു പുല്ലോ വൈക്കോലോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. ദേണ്ടെ എത്തിപ്പോയി നമ്മുടെ സായൂട്ടിൻ്റെ ഫേവറേറ്റ് പ്ലേസിൽ, അവൻ്റെ വിൻമില്ല്. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവന് നക്ഷത്രമെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൻ്റെ വിൻമില്ല് നക്ഷത്രത്തിൻ്റെ താഴെ അവൻ കുറേ നേരം ഇരുന്ന് കളിച്ചു. എന്ത് ചെയ്താൽ അവിടെ നിന്ന് പോരില്ലായിരുന്നു. പൂ പറിക്കലും അവിടെയുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളിൽ തൊട്ടു നോക്കലും അതൊക്കെ ആയിട്ട് പുള്ളി അതിനെ ചുറ്റിപ്പറ്റി തന്നെ അങ്ങനെ നിന്നു. മുന്നോട്ട് നടന്നപ്പോൾ ദേ ഒരു മ്യൂസിയം. അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട് ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസസ് എന്ന്. അതിൻ്റെ താഴെ ഒരാളെ ഇരുത്തിയിട്ടുണ്ട്. സയൻറ്റിസ്റ്റാണെന്ന് തോന്നുന്നു. ഞങ്ങളെ കണ്ടപ്പോഴേക്കും പുള്ളി ഭയങ്കര വായന. എന്താ വായിക്കുന്നതെന്ന് ആർക്കറിയാം. എന്തായാലും വളരെ മനോഹരമായിട്ടാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ വിൻമിൽ നക്ഷത്രത്തിൻ്റെ തൊട്ട് താഴെയാണ് ഇതും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ സംഭവം എന്താണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ല. എന്തൊക്കെയോ കുറേ കുഞ്ഞു കുഞ്ഞു കോഡ്സ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. എന്തായാലും നിങ്ങളവിടെ പോയിട്ട് ഇതൊന്ന് വായിച്ചു നോക്കാം എന്താണെന്ന്. അങ്ങനെ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ ഞങ്ങളൊരു ലൈബ്രറി കണ്ടു. ഈ ഇരിക്കുന്ന ആരാണാവോ, പുള്ളിയുടെ കയ്യിൽ വലിയൊരു പൈപ്പൊക്കെ ഉണ്ട്. ഞങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ചേട്ടനാണെങ്കിൽ അതിനകത്തിരുന്ന് ഭയങ്കര കുത്ത്. എന്താണ് കുത്തിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. ഇവിടെ ഷെൽഫിൽ വളരെ വൃത്തിയായി ബുക്സൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് വരാൻ പോകുന്ന ഈ വില്ലേജിലെ ഇൻ്റർനാഷണൽ ബാങ്കാണ്. ഈ ഇൻ്റർനാഷണൽ ബാങ്കിൻ്റെ ഏറ്റവും നല്ല തമാശയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയാവോ? നിങ്ങളും കണ്ടു. ഈ ബാങ്കിൻ്റെ ലോക്കർ സിസ്റ്റം പുറത്താണ് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ? സ്വർണ്ണ ബിസ്ക്കറ്റുകളും സാധനങ്ങളൊക്കെ അതിനകത്തിരിക്കുന്നത്. അങ്ങനെ ഒരു മനോഹരമായ വില്ലേജ് കണ്ട് നമ്മൾ പതുക്കെ പുറത്തിറങ്ങി. അകത്തോട്ട് കയറി അതേ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. ഇതിനകത്തോട്ട് കയറാൻ ഒരാൾക്കുള്ള എൻട്രി ഫീസ് 35 റിയാലാണ്. സായൂട്ടിന് 2 വയസ്സിൽ താഴെ ആയതുകൊണ്ട് ഫീസൊന്നും ആവശ്യമായി വന്നില്ല. അപ്പോൾ നിങ്ങളും എല്ലാവരും പോയി ഈ കാഴ്ചയൊന്ന് കാണേണ്ടത് തന്നെയാണ്. തായ്ഫിൽ നിന്ന് 22 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. അപ്പോൾ എല്ലാവരും വീക്കെൻഡ് ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ട് അടിച്ചു പൊളിക്കുന്നേ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.